ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്ന IPA പ്രയലയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും ചിക്കാഗോയിൽ നിന്നുമായിരിക്കുന്ന ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 22:14 വായിക്കാം. മത്തായി 22:14. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. For many are called, but few are chosen. ആമേൻ. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഹല്ലേലൂയ. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ദ വെഡിങ് ഗാർമെന്റ്, കല്യാണ വസ്ത്രം. വാക്യം നമ്മുടെ കല്യാണ വസ്ത്രത്തിലേക്ക് നമ്മൾ വരികയാണ്. ആ ടൈറ്റിലോട്ട് ആണ് നമ്മൾ വരാൻ പോകുന്നത്. ഇത് അവസാനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, കല്യാണ വസ്ത്രം, ദ വെഡിങ് ഗാർമെന്റ്. ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ IPA പ്രയർ ലൈനിൽ ആയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ആത്മീയ സന്തോഷവും അല്ലെങ്കിൽ പ്രത്യാശ വർദ്ധിക്കുന്നതും ആത്മീയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ തേജസ് ദൈവം ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് ആൽറെഡി പൂർവാധികം വർദ്ധിക്കുവാൻ തൊക്കണം ഇടയാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയന് മുമ്പായി പ്രാർത്ഥിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. മൗനമായിരിക്കുന്നവരെയും എല്ലാവരെയും അവരുടെ നീ കാത്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്നവരുണ്ട്, അവരെയും എല്ലാം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ 22 ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 4-5 വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം ഇത് തന്നെ, അതെ, 1 മുതൽ 4-5 വാക്യം. പിന്നെയും അവരോട് ഉത്തമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിനെ ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിമിത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞ് പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. മതി, നമുക്ക് താഴോട്ട് പിന്നെ പോകാം. പിന്നെ ഓക്കെ, താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള വേദഭാഗം തന്നെയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. കല്യാണ വസ്ത്രം. സ്തോത്രം. അതെ, ഇത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും ഏറെക്കുറെ ഇതുപോലുള്ളതായ കാര്യം കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അവരോട് പോകുന്നില്ല. അപ്പം രാജാവ് ഒരുക്കിയ കല്യാണ സദ്യയിൽ സംബന്ധിക്കാൻ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പലരും രാജാവിൻ്റെ ക്ഷണം കൂട്ടാക്കിയില്ല. അവരിൽ ചിലര് 5-ാം വാക്യത്തിൽ വായിച്ചല്ലോ, ചിലര് 5-ാം വാക്യം വായിക്കാം. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ചിലർ കൃഷിക്ക് വേണ്ടി പോയി, ചിലർ വ്യാപാരത്തിനായിട്ട് പോയി കളഞ്ഞു. അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. നമുക്ക് പറയാൻ പറ്റും, എനിക്ക് ബിസിനസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് എന്ന് പറയും. ഇപ്പോൾ തന്നെ IPA പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് പല കാര്യങ്ങൾ പറയാൻ കാണും. എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നു, ഈ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നില്ല. പക്ഷേ എന്നാൽ ഇന്ന് പ്രസൻ്റ് ആയിരിക്കുന്നവരുണ്ട്, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. പ്രൈസ് പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കല്യാണ സദ്യക്ക് കൂടാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലെ ഇവിടെ അവർ കൃഷിക്ക് വേണ്ടി പോയി, അത് നാച്ചുറലായ കാര്യമാണ്. ചില വ്യാപാരം ചെയ്യാൻ ബിസിനസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുന്ന കാര്യത്തെക്കുറിച്ചും യൂട്യൂബിൽ പോയി അല്ലെങ്കിൽ ജിമെയിലൊക്കെ പോയി അന്വേഷിച്ച് സമയം വേണമല്ലോ. അപ്പം അതൊക്കെ നല്ല എക്സ്ക്യൂസൊക്കെയാണ്, എല്ലാവരും അതൊക്കെ പറയും. എന്നാൽ രാജാവിൻ്റെ കല്യാണ സദ്യക്ക് സംബന്ധിക്കുന്നത് വലിയ കാര്യമായിട്ട് അവർ ചിന്തിച്ചില്ല.
അത് ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് അവരെടുത്തു. ടേക്ക് ഇറ്റ് ഈസി ആയിട്ട്. അവർക്ക് അതിന് സമയമില്ല അല്ലേ? നമ്മളിപ്പോൾ നമുക്ക് സമയമില്ല. ചിലർ രാജാവിൻ്റെ ദാസന്മാരെ പിടിച്ച് 6-ാം വാക്യം വായിക്കും സാർ. 6-ാം വാക്യം. ദേശമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അപ്പം വിളിക്കാൻ ചെന്നവരെ ഇപ്പൊ ഇവിടെ പറയുമ്പോൾ ദൈവവചനം പറയുന്നവരെ ആക്ഷേപിക്കുന്നുണ്ടോ? വിളിക്കാൻ ചെന്നവരെ രാജാവിന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു, കൊന്നുകളഞ്ഞു. ചിലർക്ക് ചിലർ ദൈവവചനം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ കൊന്നുകളയുന്നില്ലെങ്കിൽ തന്നെയും മാറിയെന്ന് കുറ്റം പറയുന്നവരുണ്ട്. അത് ഇച്ചിരി കൂടിപ്പോയി, അത്ര വേണമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടോ? അല്ല, അത് തന്നെ ഇത് ഈ പറഞ്ഞത് തന്നെ. അവരെ വിളിച്ചവരെ അവര് കൊന്നുകളഞ്ഞു. നമ്മളിവിടെ കടാരി കൊണ്ട് ആരെയും കൊല്ലുന്നില്ല, പക്ഷെ വാഗൊണ്ട് കൊല്ലുന്നുണ്ട്. വാഗൊണ്ട് കൊല്ലും. മനസ്സിലാക്കാം സോദരൻ. രാജാവ് ആദ്യം ക്ഷണിച്ച ആളുകൾ പലരും ക്ഷണം സ്വീകരിച്ച് വിരുന്നിന് വരാഞ്ഞതുകൊണ്ട് രാജാവ് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ ചുട്ടുകളഞ്ഞു. പട്ടണം ചുട്ടുകളഞ്ഞു. 7-ാം വാക്യം വായിക്കും സോറി. 7-ാം വാക്യം. രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതെ സ്തോത്രം. അപ്പൊ അവര് അതെ വ്യാപാരത്തിന് പൊയ്ക്കളഞ്ഞു. ദാസന്മാരെ പിടിച്ച് സുവിശേഷം അറിയിച്ചവരെ പിടിച്ച് കൊന്നുകളഞ്ഞു. ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ആണ്. ഇന്ത്യയിലായാലും കൊള്ളാം, ചൈനയിലായാലും കൊള്ളാം, അമേരിക്കയിലായാലും കൊള്ളാം, എല്ലായിടത്തും ഇതൊക്കെ തന്നെ നടക്കുന്നത് ആണ്. സ്തോത്രം. അപ്പം അതിനുശേഷം വഴിത്തലയ്ക്കൽ ചെന്ന് വേദോസം വായിക്കുന്നതെന്ന് അറിയോ? ഞാൻ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. വാക്യം വായിച്ചിട്ട് അത് പ്രൂവ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ടാണ് വാക്യം വായിപ്പിക്കുന്നത്. ഓക്കെ, അത് 6-7 വാക്യം വായിക്കും സോറി. ദേശമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. 8-ാം വാക്യം. പിന്നെ അവൻ ദാസന്മാരോടുകൂടെ കല്യാണം ഒരുക്കിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ തന്നെ കാണുന്നവരെയൊക്കെയും കല്യാണത്തിൽ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ രാജാവ് വീണ്ടും വഴിത്തലയിൽ കാണുന്നവരെയൊക്കെയും കല്യാണ സദ്യക്ക് ക്ഷണിക്കുവാൻ തന്റെ ദാസന്മാരെ രാജാവ് വീണ്ടും അയക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, കല്യാണശാല വിരുന്നുശാല കൊണ്ട് നിറഞ്ഞു. രാജാവ് വിരുന്നുകാരെ നോക്കുവാൻ കല്യാണശാലയിലേക്ക് വരികയാണ്. നമ്മളെ കല്യാണ വസ്ത്രം ടോപ്പിക് അതാണല്ലോ, ദ വെഡിങ് ഗാർമെന്റ്സ്. അപ്പൊ വായിക്കുന്നു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. രാജാവ് ശിഷ്യന്മാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിയിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. ആമേൻ. ഇതിനോട് ചേർന്ന് തുടർന്ന് വായിക്കുക സഹോദരി. സദൃശവാക്യം 9-ാം അധ്യായം 3-4 വാക്യം എന്ന് വായിക്കാം. സദൃശവാക്യം 9-ാം അധ്യായം 3-4 വാക്യം. 3-4 വാക്യം. തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവീൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലിക്കുക വീഞ്ഞു കുടിക്കുകയും ചെയ്യുകയും. ആമേൻ. അതെ, സ്തോത്രം. ഇനി 16-ാം വാക്യം വായിക്കുക തന്നെ. സദൃശവാക്യം 9-16. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവും ആകുന്നു. അതെ,
ബുദ്ധിഹീനനോട് പറയുന്നത് വാ. ഈ ജ്ഞാനികളെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരായി തിരസ്കരിക്കുന്നത്. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ PhD ഡിഗ്രിയും ഭയങ്കര ഡിഗ്രി എടുത്തവരും എനിക്കെല്ലാം അറിയാം അല്ലേ. ബുദ്ധിഹീനനോട് പറയുന്നത് വാ, വിളിക്കുക. വഴിത്തലയ്ക്കൽ ആളെ അയക്കുന്നു. യാതൊരു അഡ്രസ്സും ലേവലും ഇല്ലാത്ത, കുടുംബവും ഒന്നും ഇല്ലാത്തവരെ വഴിത്തലയ്ക്ക് കിടക്കുക. അവരെ വിളിച്ചോണ്ട് പോവാ. ബുദ്ധിമാന്മാരൊന്നും വന്നില്ല. ഇവിടെ സോക്കോൾഡ് ബുദ്ധിമാന്മാരെല്ലാം രാജാവിൻ്റെ ക്ഷമനം നിരസിച്ചു അവരവരുടെ പാട്ടിന് പോയി. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുന്ന കാര്യങ്ങളും പണം ഉണ്ടാക്കുന്നതും ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ പോയത്. മനസ്സിലാക്കണം. സ്തോത്രം. അപ്പോൾ ഇവിടെ രാജാവ് വന്ന് കല്യാണശാലയിൽ വരികയാണ്. കല്യാണവസ്ത്രം ധരിക്കാത്ത ഒരുവനെ അവിടെ കണ്ടു. അവന് ഒരു ഇത് സ്തോത്രം കണ്ടു. അപ്പോൾ കല്യാണവസ്ത്രം ഇല്ലാത്തവരെ ഇപ്പം നമ്മൾ വായിച്ചു. അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവൻ രാജാവ് കൽപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ഈ പറഞ്ഞ ഈ ഉപമ സ്തോത്രം യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞതാണ്. അത് ദൈവസഭയോടും ഉള്ള ദൂതാണ് ആണ്. എന്നാൽ ഈ ഉപമയിൽ ഇന്നത്തെ ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടി ഉള്ള ദൂത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് അത് നമ്മൾ മറന്നു കളയരുത്. രാജാവ് തൻ്റെ പുത്രന് വേണ്ടി കഴിച്ച കല്യാണ സദ്യയിൽ സംബന്ധിക്കുവാൻ വരുന്ന അതിഥികൾ അതിനുവേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള കല്യാണ വസ്ത്രം ധരിക്കണമെന്ന് രാജാവിൻ്റെ നിയമമാണ്. അത് രാജാവിൻ്റെ നിയമമാണ്. അപ്പോൾ അതിഥികളെല്ലാം അങ്ങനെ തന്നെ ചെയ്തേ മതിയാകുകയുള്ളൂ. നമ്മുടെ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളോ നമ്മുടെ തോന്നിവാസമുള്ള രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓർമ്മയിരിക്കണം. ദൈവപ്രമാണം അനുസരിച്ച് അന്നും ഇന്നും ഏത് സമയത്തും അത് ആ നിയമം പ്രാബല്യത്തിലുണ്ടെന്നുള്ളത് മറന്നു കളയരുത്. അല്ലല്ല, ഇന്നങ്ങനല്ലല്ലോ പോകുന്നത്. ഓക്കെ, നമുക്കതിലോട്ട് വരാം. അപ്പം രാജാവിൻ്റെ നിയമം അതിഥികൾ അതനുസരിച്ച് പറ്റുള്ളൂ. കല്യാണവസ്ത്രം ധരിക്കാത്ത ആളുകൾ കല്യാണ സദ്യയിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. കല്യാണവസ്ത്രം ഇല്ലാതെ വിരുന്നുശാലയുടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് രാജാവ് ചോദിച്ചപ്പം അവന് വാക്കുമുട്ടിപ്പോയി. എന്താ വാക്കുമുട്ടാൻ കാര്യമില്ല? കാര്യം വചനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടനുസരിക്കാത്തതാണോ വാക്കുമുട്ടിപ്പോയത്? രാജാവ് ചോദിച്ചു, എവിടെ കല്യാണവസ്ത്രം തല്ലേ അല്ലാത്തത്? നമ്മൾ ചിലപ്പോൾ വില കൂടിയ വലിയ കാശ്മീർ പട്ടുമൊക്കെ ആയിരിക്കും വാങ്ങിച്ചു കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ രാജാവിന് അവിടുത്തെ റൂൾ അവന് മനസ്സിലായില്ല. അത് നമ്മള് ഫാഷൻ, നമ്മൾ ഡിസൈൻ ചെയ്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും രാജാവിന് ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായല്ലോ? ആണ്. പക്ഷെ രാജാവിന്റെ നിയമം അനുസരിച്ചുള്ള വസ്ത്രങ്ങളും വേഷവിധാനങ്ങളും ആണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. അപ്പം അതായത് കല്യാണവസ്ത്രം ധരിക്കാത്ത ആളുകൾ കല്യാണ സദ്യ പ്രവേശനം അവർക്ക് നോ എൻട്രി. അപ്പം സ്തോത്രം, കല്യാണവസ്ത്രം ഇല്ലാതെ വിരുന്നുശാലയുടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് രാജാവ് ചോദിച്ചപ്പം അവന് വാക്കുമുട്ടിപ്പോയി. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ ദൈവമക്കളെ സ്തോത്രം, നമ്മൾ വചനമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ വചനം കേട്ടിട്ട് പിന്നെയും നമ്മൾ പുറകോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാതെ അറിയാം, ഇന്നത്തെ കല്യാണം പ്രത്യേകിച്ചും ബെന്തിക്കോസ് കല്യാണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പകുതി തുണിയേ ഉള്ളൂ ദേഹത്ത്, മണവാട്ടിയുടെ ദേഹത്ത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? കാര്യം ദൈവവചനം തീത്തോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ശാസനയും ഗുണീകരണവും പ്രബോധനവും വചനവും കൊടുക്കുന്നില്ല. ഇത്തവണ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ശാസനയില്ല, ഗുണീകരണമില്ല, പ്രബോധനമില്ല, വചനമില്ല. ഇത്രയും നാൾ പ്രസംഗിച്ചില്ലേ? 100 വർഷം പ്രസംഗിച്ചിട്ട് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കും, എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അപ്പം ഇവിടെ സ്തോത്രം, രാജാവ് ചോദിച്ചപ്പം വാക്കു മുട്ടിപ്പോയി. അപ്പം കന്യാവസ്ത്രം ധരിക്കണമെന്നുള്ള നിയമത്തിന് എതിരായി
അവന് യാതൊരു സമാധാനവും പറയാനില്ല, അല്ലേ? അവന് എല്ലാം പറയാനുണ്ട്, ഉണ്ടോ? ദൈവവചനത്തെ എതിർത്തും ദൈവവചനത്തെ തർക്കിച്ചും അതിന് വേറെ രീതിയിൽ ഒരു വ്യാഖ്യാനം കൊടുത്താൽ ദൈവം അംഗീകരിക്കും? ഒരിക്കലുമില്ല. കല്യാണ വസ്ത്രം ധരിക്കണം എന്നുള്ള നിയമത്തെ പറ്റി അവൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അതിനെതിരായി എന്തെങ്കിലും സമാധാനമുണ്ടായിട്ടുമല്ല. എന്നാൽ കല്യാണ വസ്ത്രത്തിന് പകരം സ്വന്തം വസ്ത്രം മതിയെന്നുള്ള ഒരു തോന്നൽ ഉണ്ട്. എനിക്ക് സ്വന്തം വസ്ത്രം, അതായത് കുഴപ്പം. സ്വന്തം വസ്ത്രം ധരിക്കണമെന്നുള്ള തോന്നൽ ഉണ്ട്. അതെ, അതുകൊണ്ടാണ് അവൻ കല്യാണ വസ്ത്രം ധരിക്കാഞ്ഞത്. അവനേക്കാൾ മോശക്കാരായ അനേകം ആളുകൾക്ക് കല്യാണശാലയിൽ പ്രവേശനം അനുവദിച്ചപ്പോൾ അവരിൽ പലരേക്കാൾ കേമനായി തന്നെ കല്യാണ വസ്ത്രം ഇല്ലാതെ സദ്യയിൽ പങ്കുകൊള്ളാം രാജാവ് അനുവദിക്കുമെന്ന് അവനങ്ങ് വിചാരിച്ചു. ഞാൻ വലിയ ആളാണ്, സഭയിലെ വലിയ ആളാണ്, പ്രസിഡന്റ് ആയിരിക്കാം, ഖജാൻജി ആയിരിക്കാം, എനിക്ക് അഡ്മിഷൻ കിട്ടും, വലിയ ആളാണ്. ഇതാണ് ഈഗോ. അത് തൻ്റെ സ്വന്തം നിലയിൽ രാജാവിൻ്റെ വിരുന്നിൽ സംബന്ധിക്കുവാൻ താൻ യോഗ്യനാണെന്ന് അവൻ ധരിച്ചു. 22:3 വായിച്ച സഹോദരി, 22:3, മത്തായി 22:3. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്ക് വരുവാൻ മനസ്സായില്ല. അപ്പം താൻ യോഗ്യനാണെന്ന് ഒരു തോന്നല്. ക്ഷണിക്കാൻ രാജാവ് അയാൾക്ക് ദാസന്മാരെക്കാൾ സ്ഥാനവും മാനവും ഉണ്ടായിരുന്നവൻ ആയിരിക്കാം കല്യാണ വസ്ത്രം ഇല്ലാതിരുന്ന ഈ മനുഷ്യൻ. ക്ഷണിക്കാൻ വന്നവർ ചിലപ്പം പാവപ്പെട്ടവരായിരിക്കും, അല്ലെ ദൈവദാസന്മാർ, അധികം ദൈവം സത്യമായി പറയുന്ന ദൈവദാസന്മാരായിരിക്കും ഈ ക്ഷണിക്കാൻ വന്നത്. പക്ഷേ ഈ മനുഷ്യൻ, ഈ വ്യക്തി അതായത് താൻ അവരെക്കാൾ യോഗ്യനാണെന്നുള്ളൊരു ധാരണയിൽ രാജാവ് അയച്ചവരെക്കാൾ സ്ഥാനവും മാനവും ഉണ്ടായിരുന്നവരായിരിക്കാം കല്യാണ വസ്ത്രം ഇല്ലാതെ ഈ മനുഷ്യൻ. അവൻ കല്യാണ വസ്ത്രം ധരിക്കാതെ അകത്ത് പ്രവേശിക്കാൻ വന്നത് ഞാൻ ഏതോ സംതിങ് ആണെന്ന് ഉള്ളൊരു ധാരണ. സ്തോത്രം. അപ്പൊ സത്യവചനം പറയുന്ന ദൈവദാസന്മാരെ ചിലര് ഈ രീതിയിലാണ് കാണുന്നത്. ഈ പറഞ്ഞ ഈ മനുഷ്യനെ പോലെ മനസ്സിലായി? സ്തോത്രം. അപ്പൊ ഈ മനുഷ്യൻ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാറുണ്ടല്ലോ, രാജാവിൻ്റെ കല്യാണശാലയിൽ പ്രവേശിക്കാൻ ചില നിബന്ധനകളും വകുപ്പും ചട്ടവും പ്രമാണവും ഉണ്ടെന്നുള്ളത് ഉണ്ടല്ലോ. ഉണ്ട്. സ്തോത്രം. കുഞ്ഞോത്സവരിയുടെ ലൈനിൽ പെട്ടകത്തെക്കുറിച്ച് എന്താണ് ടാബർനാക്കിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ടാബർനാക്കിളിനകത്ത് കയറുന്നതിന് വ്യവസ്ഥയില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. ടാബർനാക്കിള് യാഗം കഴിക്കാൻ വരുന്നതിന് വ്യവസ്ഥയുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഈ വ്യവസ്ഥ അറിയാവുന്ന യഹൂദനാണല്ലോ ഇത്. അപ്പൊ ഈ രാജാവിന്റെ ഈ കല്യാണശാലയിൽ പ്രവേശിക്കാൻ വ്യവസ്ഥ അറിയാൻ വയ്യാത്തൊന്നുമല്ല. അല്ല, വ്യവസ്ഥ അറിയാം. പക്ഷെ മനഃപൂർവ്വം പർപ്പസ്ലി അത് ഇഗ്നോർ ചെയ്തു. ഞാൻ വലിയ ആളാണെന്നുള്ള ഏതാണ്ട് ആണ്. സ്തോത്രം. അപ്പൊ ക്ഷണിക്കുന്ന ദാസന്മാരെ കുറിച്ച് ചിന്തിച്ചിട്ട് ആവശ്യമില്ല, അല്ലേ? ക്ഷണിക്കാൻ വന്നത്, അല്ലെ വചനം പറയുന്നവരെ രാജാവിൻ്റെ കല്യാണ സദ്യ ആവാൻ സംബന്ധിക്കുന്നത്. അപ്പം ആ കാരണത്താൽ ആ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. രാജാവ് എന്ത് പറയുന്നു, എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ യാഗം കഴിക്കണം, എങ്ങനെ കല്യാണ സദ്യ വരണം, ഈ നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിച്ചേ പറ്റുള്ളൂ. നാം ആരെല്ലാം എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ തന്നെ സ്വതന്ത്രം. കല്യാണ വസ്ത്രം ഇല്ലാതെ കല്യാണശാലയിൽ പ്രവേശിച്ചവനെ പോലെയാണ് ഇന്നത്തെ പല ക്രിസ്ത്യാനികളും അവരുടെ സ്വന്തം നിലയിൽ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യരാണെന്ന് ചിലരുടെ ധാരണ, അല്ലേ?
പലരും കാരണം എനിക്കതിന് യോഗ്യത ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രവചനം പറയുന്ന ആളാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്. സ്വതന്ത്രം അത് പല ക്രിസ്ത്യാനികളും അവരുടെ സ്വന്തം നിലയിൽ ഞാൻ സംതിങ് ആണെന്ന്. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്. പക്ഷെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതിനെ രൂപപ്പെടുത്തി എടുക്കേണ്ടത്. അത് മനസ്സിലാക്കണം. സ്വതന്ത്രം പഴയ മനുഷ്യനെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം അല്ലേ അതല്ല നമ്മൾ വായിക്കുന്നു. പരിജ്ഞാനത്തിൻ്റെ അല്ലേ സ്വതന്ത്രം, അതായത് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കണം. അതെ, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പുതിയ മനുഷ്യനെ ധരിക്കണം. സ്വതന്ത്രം സ്വയനീതിയിൽ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഴയ മനുഷ്യനെ തന്നെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്നത്തെ പല ക്രിസ്ത്യാനികളും. സ്വയനീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കോപസ്വഭാവമുള്ളവരായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇപ്പം അഭിഷേകം പ്രാപിച്ചു ഇപ്പോഴും കോപസ്വഭാവം ഉണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും വഴക്കിടുമായിരുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം ഇപ്പം വഴക്കിടുന്നുണ്ടോ? അപ്പൊ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല, ഇപ്പോഴും പഴയ സ്വഭാവം കിടപ്പുണ്ട്. പിന്നെ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകുന്നു അല്ലേ? ആണ്. അപ്പൊ അതാണ് സ്തോത്രം. പല ക്രിസ്ത്യാനികളും ന്യായവിധി നാളിൽ അവർക്ക് കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുവാണെങ്കിൽ വാക്കുമുട്ടിപ്പോകും. വാക്കുമുട്ടിപ്പോകും. ദൈവമക്കളെ സ്തോത്രം. അതെ, സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിത്തീരും. നമ്മൾ കൊലോസിയർ 3:9 വായിച്ചേ. കൊലോസിയർ 3:9-10 വാക്യം വായിച്ചേ. അന്യോന്യം തോൽക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോട് ഉരിഞ്ഞു കളഞ്ഞു, പഴയ സ്വഭാവം മാറ്റി. അല്ല, പുതിയ മനുഷ്യനെ, ക്രിസ്തുവാകുന്ന മനുഷ്യനെ നമ്മൾ ധരിക്കുക. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പുതിയ മനുഷ്യൻ, പുതിയ വസ്ത്രം, കല്യാണ വസ്ത്രം. നമ്മുടെ ബിഹേവിയർ പുതിയതായിരിക്കണം. പഴയത് കൊണ്ട് നടന്ന് കല്യാണ സദ്യക്ക് കയറാമെന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അത് അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? അതായത് ഇരുട്ടിലേക്ക് തള്ളിക്കളയല്ലേ. നമ്മൾ മത്തായി ഇതൊന്ന് വാക്കി, ഇനിയൊന്ന് വാക്കി 22:13 ഒന്ന് വായിച്ചേ. 22 മത്തായി 22:13. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ചിന്തിച്ചിട്ടുണ്ടോ? നരകത്തിലോട്ടെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കരച്ചിലും പല്ലുകടിയുമാണ്. കരച്ചില്. വെളിപ്പാട് നമ്മൾ വായിക്കുന്നുണ്ട്, സിയോനിൽ പുതിയ യെരൂശലേമിൽ കണ്ണുനീരില്ല അല്ലേ? ആണല്ലോ, കണ്ണുനീരില്ലെന്നല്ലേ വായിക്കുന്നത്? ഇല്ല. ഇവിടെ നരകത്തിലുണ്ട കരച്ചില്. നരകത്തിലെവിടെ? നരകത്തിൽ പല്ലുകടിയും കരച്ചിലും. സ്വർഗരാജ്യത്തിൽ കണ്ണുനീരില്ല. ഓ ഹല്ലേലൂയ. ഏത് വേണം? ഹല്ലേലൂയ. അതെ, യൂദായുടെ ലേഖനം 12-ാം വാക്യം വായിക്കും. യൂദാ 12-ാം വാക്യം. ഇവർ നിങ്ങളുടെ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന
ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലപൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടു ചത്തും വേറിച്ചും പോയ വൃക്ഷങ്ങൾ. കണ്ടോ കണ്ടോ, സ്തോത്രം. നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ ഇതൊക്കെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹസദ്യയിലൊന്നും ദൈവം നമ്മളെ കേട്ടത്തില്ല കേട്ടോ. ഈ പാറകളെയൊന്നും ഈ പാറകളെയൊന്നും നിങ്ങളോടുകൂടി വിരുന്ന് കഴിക്കുന്ന സ്തോത്രം വെള്ളമില്ലാത്ത മേഘങ്ങളാണ്, ഇല കൊഴിഞ്ഞ ഫലമില്ലാത്തവരാണ് നിങ്ങളോട് സദ്യ കഴിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ദൈവം കേറ്റു കല്യാണ സദ്യക്ക്? ഇങ്ങനെയുള്ള പാറകളെ കേറ്റു? കേട്ടത്തില്ല. നോ അഡ്മിഷൻ. സ്തോത്രം. ദൈവകൽപ്പനകളെ അനുസരിച്ച് പ്രവർത്തിക്കാത്തവർക്കുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാകുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അല്ലേ? അത് അനുഭവിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. നമുക്കറിയാം, പഴയ നിയമത്തിൽ നോഹ പെട്ടകം പണിഞ്ഞ് നമുക്കറിയാം. പെട്ടകം പണിഞ്ഞവര്, നോഹയെ സഹായിച്ചവര് ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് അഡ്മിഷൻ കിട്ടിയോ? ഞങ്ങളും ഓവർ ടൈം ചെയ്ത് പെട്ടകം ഞങ്ങൾ പണിഞ്ഞതാണ്. നിന്റെ സൂപ്പർവൈസർ, അതായത് നോഹയോട് പറയും, ഞാൻ നിന്റെ മാനേജറായിരുന്നു, ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തതാണ്, ഈ പെട്ടകം പണിക്ക് ഡിസൈൻ ചെയ്ത് ഞാനാണ് ഓയിൽ തന്നത് എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും എന്നെ നോഹയോട് പറഞ്ഞല്ലോ. അവരെ കയറ്റി ഒന്നുമില്ല. ഞാൻ സഭയ്ക്ക് പണം കൊടുത്തതാണ്. ഞാൻ സഭയിലെ സെക്രട്ടറി ആയിരുന്നു. അതൊന്നും ഇവിടെ വില പോകത്തില്ല ദൈവമക്കളെ. 8 പേര് മാത്രം അതിനകത്ത് കയറിയുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നോവയുടെ കാലത്ത് കണ്ട് 290 270 കോടി ജനമുണ്ടായിരുന്നു നോഹയുടെ കാലത്ത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. 8 പേരെ രക്ഷപ്പെട്ടുള്ളൂ. 8 പേര്. മനസ്സിലാക്കണം. സ്തോത്രം. അപ്പൊ പെട്ടകം രക്ഷപ്പെടുവാൻ ഞങ്ങളത് ചെയ്തതാണ്, ഇത് ചെയ്തതാണ്, ദശാംശം കൊടുത്തതാണ്. ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കല്യാണ വസ്ത്രമില്ലാത്തവരെ കയറ്റത്തില്ല. ഇല്ല. അപ്പം പെട്ടകം പണിതുകൊണ്ടിരുന്നപ്പം നോഹയിൽ നിന്നും അവർ പെട്ടകത്തിന് നോഹ പ്രസംഗിച്ചല്ലോ. എന്തിനായി പെട്ടകം പണിയുന്നെന്നുള്ളത് അവരോട് പറഞ്ഞായിരുന്നല്ലോ. ഈ പണിക്കാരോടും പറഞ്ഞല്ലോ, എന്തിനായി പെട്ടകം പണിയുന്നെന്നുള്ളത് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഉണ്ട്, അവർ കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ കേട്ടില്ല, അവരനുസരിച്ചില്ല. ആ സമയം മൃഗങ്ങൾ കയറിയല്ലോ. അതിനകത്തൊരു കാര്യം ഞാൻ ഈ അടുത്ത സമയത്ത് എവിടെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചായിരുന്നു. അതറിയോ? എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗങ്ങൾക്ക് ഈ കടൽ എരുമ്പെന്നതും ഈ ഭയങ്കര കാറ്റിങ്ങോട്ട് അടിക്കുന്നതും മൃഗങ്ങൾക്ക് അറിയാവുന്നതാണ്. ആനയും ഈ മൃഗങ്ങൾക്ക് ഇത് നേരത്തെ അറിവുണ്ട്, ഇത് ഓടി രക്ഷപ്പെടും. നമുക്കറിയാം ആൻഡമാൻ ഐലൻഡ്സിൽ മൃഗങ്ങൾക്ക് ആൻഡമാൻ ഐലൻഡ്സിലും സിലോണിലും ഒക്കെ എന്തുവായിരുന്നു, ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം അല്ലേ, അതുങ്ങൾ ഓടി രക്ഷപ്പെടും. ഇന്തോനേഷ്യയിൽ നിന്ന് കടലിങ്ങോട്ട് വരുമ്പോഴേ ഇതുങ്ങൾക്ക് ഈ മൃഗങ്ങൾക്ക് പിടികിട്ടി ഏത് സംബന്ധി ഉണ്ടാകുന്നുള്ളൂ. ഇതുപോലെ ഈ മൃഗങ്ങൾക്ക് പെട്ടകത്തിൽ കയറണമെന്നുള്ള ചിന്ത അവർക്കുണ്ടായി. ഉണ്ട് വന്നു. ആമേൻ. മൃഗങ്ങൾക്കുണ്ടായെങ്കിൽ ബുദ്ധിമാന്മാരായിരിക്കുന്ന അല്ലേ മനുഷ്യർക്ക് പെട്ടകത്തിൽ കയറാൻ, കല്യാണ സദ്യക്ക് കയറാൻ കഴിയാതെ പോയി. സ്തോത്രം. അപ്പോൾ ഇവർ കയറാൻ വന്നപ്പോഴത്തേക്ക് എന്തോ പെട്ടകം പെട്ടകത്തിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞു. യഹോവ വാതിൽ അടച്ചു. അന്നേരം ഉണ്ട് നോഹയുടെ പെങ്ങളുടെ മകൻ അവിടെ നിന്ന് നിലവിളിക്കും, എന്നെ കൂടെ കേട്ടണേ.
നോഹയാണോ അത് അടച്ചത്? അല്ല, അടച്ചത് ദൈവമാണ്. ദൈവം അടച്ച വാതിൽ നോഹയ്ക്ക് തുറക്കാൻ പറ്റൂ? എൻ്റെ ഉപ്പാപ്പൻ്റെ മകള് വന്ന് നിൽക്കുന്നു, ഒന്ന് കയറ്റിയേക്കാം? ഇല്ല. പെട്ടകത്തിൻ്റെ വാതിലടച്ച് ദൈവമാണ്, നമുക്ക് തുറക്കാനൊന്നും അതൊന്നും റൈറ്റൊന്നും ഇല്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പം അവർക്കത് അതെ, പെട്ടകം പണിയാൻ ഇവരൊക്കെ സഹായിച്ചു, പക്ഷെ അവർക്ക് കയറാൻ പറ്റിയില്ല. നമുക്കറിയാം അല്ലേ? സ്തോത്രം. അതെ, സ്തോത്രം. ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും അല്ലേ നശിച്ചു, നമുക്കറിയാം. സ്തോത്രം. അപ്പം നോഹയുടെ ഉപദേശം കൈക്കൊള്ളാത്തത് കൊണ്ടാണ് അവർ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ കാലങ്ങളിലും ദൈവത്തിന് വേണ്ടി അല്ലേ അധ്വാനിക്കുന്നതെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നങ്ങൾ ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കണമെന്നില്ല. നമ്മൾ പറയും, ഓ ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ കല്യാണ വസ്ത്രം, രാജാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ബില്ലിഗ്രഹം ചില പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു. ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, IPA പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല, പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ചിലപ്പം റിപ്പീറ്റേഷൻ ആണെങ്കിൽ ക്ഷമിക്കണം. ബില്ലിഗ്രഹം പറഞ്ഞു ഒരു പെൺകുട്ടി തൻ്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു. അപ്പം മുട്ടിന് മേളിലുള്ള ഉടുപ്പ് എന്താ അതിന് പറയുന്നത്? ആ ഉടുപ്പിന് എന്താ പറയുന്നത്? ഓക്കെ. അപ്പൊ ആ പെൺകുട്ടി അങ്ങനെ ഇട്ടല്ലോ. അപ്പം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ പെൺകുട്ടി ഒരു കല്യാണ സദ്യക്ക് കണ്ട മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് ഈ കുട്ടിയോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. എന്തോ സംസാരിച്ചത്? ക്രിസ്തു നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് ഈ വസ്ത്രം പറ്റിയതല്ല. ക്രിസ്തു നിന്റെ കൂടെ നടക്കുന്ന, ആനോക്കിൻ്റെ കൂടെ ദൈവം നടന്നു വായിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയോട് സംസാരിക്കുവാണ്, യേശു എൻ്റെ കൂടെ ഉണ്ട്, യേശു എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വസ്ത്രം ഇട്ടാൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നു. ബില്ലിഗ്രാം പുസ്തകത്തിലുള്ള കാര്യം പറയുന്നത്, ബില്ലിഗ്രാം പറഞ്ഞ കാര്യം പറയുന്നത്, ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ. അപ്പം അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററാണ്. നമ്മളിത് പറയുന്നുണ്ടോ? ആ പെൺകുട്ടിയെ ഡ്രസ്സ് മാറ്റി കേട്ടോ, മുട്ടിന് മുകളിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഡ്രസ്സ് ഇട്ടാൽ ഈ യേശു, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടൊന്നും ഇന്ന് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമോ? ഒരിക്കലുമില്ല. നോ, ഒരിക്കലുമില്ല. അതൊക്കെ ചിന്തിക്കണം ദൈവമക്കളെ. അതാരാന്ന് പറഞ്ഞാലും ഉണ്ട്. അപ്പം സ്തോത്രം, നാം അതെ ദൈവത്തിന് അധ്വാനിക്കുന്നു. പള്ളിയിൽ മുട്ടിന് ഉടുപ്പുവിനെ ഇട്ടുകൊണ്ട് വന്ന് പള്ളി വന്ന് സ്റ്റേജ് ചെയ്യുന്നുണ്ട്, പാടുന്നു. ഈ പാടിയതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ബില്ലിഗ്രാമിൻ്റെ ആ പെൺകുട്ടിയുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞ പോലെ, യേശു എൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഞാൻ മാന്യമായ വസ്ത്രം ധരിക്കണ്ടേ? കോമൺ സെൻസ് ചിന്തിക്കാവുന്ന കാര്യമല്ലേ? ആണ്. ഇന്ന് ബന്ധുക്കോസ് നടക്കുന്ന കാര്യമുണ്ടോ? യാതൊരു ലക്കാനും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഓക്കെ. അപ്പം സ്തോത്രം, നമ്മൾ അധ്വാനിക്കുന്നത്, കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവവചനപ്രകാരം നാം പോകണം. ഇല്ലെങ്കിൽ ചട്ടപ്രകാരം പോരാടുന്നവൻ ആണ് വിരുദ് പ്രാപിക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ചട്ടപ്രകാരം പോരാടണം, എന്നാലേ വിരുദ് പ്രാപിക്കുള്ളൂ, അല്ലേ? ആണ്. അതെ, ഞാനിതൊന്നും ഉണ്ടാക്കി പറഞ്ഞല്ലോ ദൈവമക്കളെ. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അത് ഛേദം വരും, അല്ലേ? നമുക്കറിയാമല്ലോ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രാപിക്കാൻ തക്കവണ്ണം അത് ഓടുക, അല്ലേ? നമ്മുടെ വേദോസം പഠിക്കും, ഈ കല്യാണവസ്ത്രം ധരിക്കുന്നത് മാത്രം പോരാ. അതായത് മലിനമാകാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമ, ഉത്തരവാദിത്തപ്പെട്ട കാര്യം. അല്പമായി പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ കോപിഷ്ഠനായിരുന്നു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ കള്ളം പറയുമായിരുന്നു,
പിന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോഴും അത് തന്നെ തുടരുകയാണോ? അതാണ് സ്വതന്ത്രം. നമ്മൾ ഇതൊന്ന് വായിക്കുന്ന സൗകര്യം റെവലേഷൻ, ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ഓക്കെ, 3-4 മിനിറ്റ് കൊണ്ട് റെവലേഷൻ 3:18 വായിക്കാം. റെവലേഷൻ 3:18. നീ സമ്പന്നൻ ആകേണ്ടതിനെ തീയിൽ ഊതിക്കൊറ്റും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ഉണ്ടാകും. ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിനെ കണ്ണിൽ എഴുതുവാൻ ദേഹവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വിലയ്ക്ക് വാങ്ങുവാൻ, വിലയ്ക്ക് വില കൊടുക്കണം. വിലയ്ക്ക് ബുദ്ധി പറയുന്നു. നിന്റെ നഗ്നത കാണാതിരിപ്പാൻ കൊണ്ട് വെള്ളയുടുപ്പ് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന്, അല്ലേ? സ്വതന്ത്രം. ലവോദിക്ക സഭയോട് പറയാണ് സ്വതന്ത്രം, അല്ലേ? അപ്പം നമ്മുടെ സംസാരം, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ചിന്തകൾ, വസ്ത്രം മലിനമാകാതെ വണ്ണം, അല്ലേ? അത് ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ സഭയുടെ ദൂതിൽ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ വസ്ത്രം മലിനമാകാൻ അനുവദിക്കുന്നവരുണ്ടല്ലോ, അത് മലിനപ്പെടുത്തുന്നവർ, വസ്ത്രമില്ലാത്തവനേക്കാൾ എല്ലാം എങ്ങനെ നിങ്ങൾ തന്നെ അതിന് സ്വതന്ത്രം. 3:4 ഇതൊന്ന് വായിക്കും, അത് എന്നാലേ മനസ്സിലാവുള്ളൂ. വെളിപ്പാട് 3:4 എന്ന് വായിച്ചു. വെളിപ്പാട് 3:4. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ നിനക്കുണ്ട്. കല്യാണ വസ്ത്രം ധരിച്ച യോഗ്യരായിട്ടുള്ള സർവീസിലുള്ളത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ 2 സഭകളോട് ദൂത് കണ്ടല്ലോ. സർദീസിലെ സഭയോടും ലവോദിക്ക സഭയുള്ള ദൂത് ഒരേ വിഷയം തന്നെ ഇവിടെ പ്രതിപാദിക്കുകയാണ്. കല്യാണ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഇവർക്ക്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. അപ്പം സർദീസിലെ സഭയിലെ വിശ്വാസികളെ കുറിച്ച് ദൈവാത്മാവ്, അല്ലെ, യേശു സാക്ഷ്യം പറയുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ സാക്ഷ്യം പറയുവാതെ കൊണ്ടും നമ്മുടെ വസ്ത്രം നമ്മൾ പരിപാലിക്കുന്നുണ്ടോ? നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുമോ? കർത്താവായ യേശു നമ്മുടെ കൂടെ സഞ്ചരിക്കുമോ? ആ പെൺകുട്ടിയോട് അബിലിഗ്രാം പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ വസ്ത്രം ഇത് മാറ്റണം എന്ന് ദൈവാത്മാവ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. ഓക്കെ, അവളത് കേട്ടു, അവളത് അനുസരിച്ചു. ഓക്കെ, സ്തോത്രം. അത് മനസ്സാന്തരപ്പെടുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നമ്മൾ കുറേ നാൾ ജീവിച്ച ശേഷം നമ്മൾ ആ പാത വിട്ടുപോയെങ്കിൽ, നമ്മുടെ വസ്ത്രം മലിനമാക്കിയെങ്കിൽ, നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നുണ്ടോ എന്ന് നാം ഈ പുതിയ വർഷക്കാലം നാം ശാന്തമാവണ്ണം ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, എന്നോട് ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. നാം ദൈവസന്നിധിയിൽ നാം ശാന്തമായി ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. ഇന്ന് രാത്രിക്കാലം, അല്ലയ്യ, നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വെഡിങ് ഗാർമെന്റ്സ്, അല്ലയ്യ, അത് കല്യാണ വസ്ത്രം. അത് എങ്ങനെയിരിക്കുന്നു? നാം ദൈവകൃപയിൽ വീണിട്ടുണ്ടോ? നമ്മളെ തന്നെയൊന്ന് പരിശോധിക്കൂ. സ്തോത്രം, അല്ലേ? വെളിപ്പാട് 2:5 2:5 വായിച്ചു. വെളിപ്പാട് 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഏതിൽ നമ്മൾ ഏതെങ്കിലും വീണിട്ടുണ്ടോ? ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്നാൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. അല്ലെങ്കിൽ കല്യാണവസ്ത്രം ഇല്ലാത്തവനെ പോലെ നിന്നെ ഇരുട്ടിലേക്ക്, നരകത്തിലേക്ക് തള്ളിക്കളയും.
തള്ളിവിടും. അല്ലേ? അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലേ നന്നായി തീരുവാന്നൊക്കണം ഇന്ന് രാത്രികാലം സ്തോത്രം നമ്മുടെ വസ്ത്രം മലിനമാകാതെ വണ്ണം അത് സൂക്ഷിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്കതിനു വേണ്ടി വാഞ്ചിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ എന്നെ സഹായിക്കണമേ. പിന്നെ നമ്മുടെ മനസ്സ് ഒരുക്കമുണ്ടായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം അല്ലേ? നമ്മൾ സ്തോത്രം നമ്മൾ പാടിയല്ലോ, ആശ്ചര്യമേതു ആരൽ വർണ്ണിച്ചിടാം, കൃപയേ 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 കൃപയോയേ ചിന്തിയല്ലോ സുന്ദരേക്കമേനിക്കായി. അതെ, അവൻ നമുക്ക് വേണ്ടി രക്തം ചർത്താണതാണ്. നമ്മൾ വില കൊടുത്തതല്ല, അവൻ്റെ രക്തമാണ് നമ്മളെ കഴി ശുദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലിനമാകാത്ത കുറേ പേർ സർവീസിലുണ്ട്. നമുക്കും ദൈവസന്നിധിയിൽ ആ സ്വതന്ത്ര കല്യാണ സദ്യയിൽ പ്രവേശിക്കുവാൻ തക്കോണം, യോഗ്യത നേടുവാൻ തക്കോണം നമുക്ക് ആഗ്രഹിക്കാം. അയ്യോ, എന്താ നമ്മുടെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.